45 പൊറോട്ട, 20 ബീഫ് ഫ്രൈ, 15 അൽഫാം. പക്ഷെ ക്വാർട്ടർ പീസായിട്ട് കട്ട് ചെയ്യണേ. ആ പിന്നെ 2 ഗീ റൈസും കൂടി. പിന്നെ വേട്ടാ നിങ്ങൾ ഒരുപാട് സീരിയസ് ആവില്ലേ. മയനേസ് കുറച്ച് കൂടുതൽ വെച്ചോ. അമ്മേ ഇത് ചേച്ചി മയനേസ് ഓർഡർ ചെയ്യണു. അമ്മേ ചേച്ചി മയനേസ് ഓർഡർ എന്തേലും കഴിച്ചിട്ട് പോടേ, ഉണ്ടാക്കിയത് കളയണ്ട. ഓഫീസിലെ ഫുഡ് ഞാൻ ചേച്ചിയല്ലേ, നമ്മുടെ ഫുഡൊന്നും പറ്റൂല അമ്മേ. നിനക്കെന്ന് ക്ലാസ് ഇല്ലേ? പോയി കുളിക്കടി. ചായ. നീ ഇന്നാ രവി പറഞ്ഞ ആളെ കാണാൻ പോകാൻ മറക്കരുത് കേട്ടോ. 4 മണിക്കാ ഞാൻ പോവാമേ. എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റാണ്. ഞാൻ പോവാം. വേഗം വന്നു, നമുക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ബ്ലാക്ക് സാരി സൂപ്പർ ആയിട്ടുണ്ട്. ബ്രോക്കേഡ് ബ്ലൗസ് ഒക്കെ ഞാൻ ഒരു എടുക്കാൻ പറ്റുന്നു. മുടിയൊന്നും വെച്ചിട്ടില്ല. എന്ത് ബോറാണിത്. ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്ക്. പെണ്ണുങ്ങളെല്ലാരും ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നോളി. ഇതാ ഇതുപോലെ. എന്താടോ കുറെ നേരം ആയല്ലോ അമ്മ വിളിക്കണു. അച്ഛൻ്റെ ഫ്രണ്ട് വരെ ഒരു കുരുക്ക പെണ്ണാണ്. ഇന്ന് വൈകിട്ട് നില പാർക്കിൽ പോയി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ നല്ലത്, വീട്ടിലിരുത്തി വെറുതെ മിച്ചർ ഞാൻ കൊടുക്കണ്ടല്ലോ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ചേച്ചി. ഹലോ ഇവിടെ ഒരു അത്തിമരം ഇല്ലേ? ഞാൻ അതിന് താഴെയുണ്ട്. അത് ഞാനാ. ഞാനത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ. കുഴപ്പമില്ല, ഇത്രയ്ക്ക് പ്രതീക്ഷ ഉണ്ടാവില്ലല്ലേ? അല്ല നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓ നല്ല ചൂടുണ്ടല്ലേ? ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എന്തോ അല്ല, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭയങ്കര ചൂടുണ്ട്. ഓഫീസിൽ നിന്നാ. ഇന്ന് ആനുവൽ പ്രോഗ്രാമാണ്. അപ്പം അവിടെ നിന്ന് മുങ്ങിയതാ. പ്രോഗ്രാം ആണെങ്കിൽ പോയിക്കോളൂ. അല്ലല്ല കുഴപ്പമില്ല. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഇല്ല, മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ സ്കൂട്ടി എടുത്തിട്ടില്ല, ബസ് സ്റ്റോപ്പിൽ നിൽക്കാം അങ്ങോട്ട് വരാനായിട്ട്. ഞാൻ വന്നിട്ട് പറയാം. ശരി. എങ്ങനെ പോകും? ഓഫീസ് ഇവിടെ അടുത്താ, അപ്പം ബസ് വിളിച്ച് പോകാൻ വെച്ചു. ഞാൻ പഠിച്ചതെന്ന് ഒരടയാളത്തിന് വേണ്ടി പറഞ്ഞാട്ടോ. പോട്ടെ പോട്ടെ.
ഓക്കെ. എന്താ ഈ ചെക്കനെ കണ്ടിട്ട്? എൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കണോ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ കൊടുത്തയച്ചു. കൊടുത്തു. ഞാൻ അന്ന് തന്നെ രവിയുടെ കയ്യിൽ കൊടുത്തായിരുന്നല്ലോ. നീ ഉണ്ടായിരുന്നില്ലേ ഞാനും എൻ്റെ ഒപ്പം? അമ്മയ്ക്കൊന്നും ഓർമ്മപ്പെടുത്തായിരുന്നില്ലേ? അവൻ മറന്നുണ്ടാവും. രവി പറഞ്ഞ കുട്ടീനെ നീ പോയി കണ്ട? അത് ശരിയാവില്ല, അത് ഭയങ്കര തടിച്ചിട്ടൊരു കുട്ടിയാണ്. സ്കോർപിയൻ ക്ലാസിലെ ആദ്യ ഇന്ത്യൻ മുങ്ങക്കപ്പൽ INS കൽവരി നേവിയുടെ ഭാഗമായി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വളരുന്ന കൽവരി ഫ്രാൻസ് സഹായത്തോടെ ഇന്ത്യ നിർമ്മിക്കുന്ന ഇതെന്തിനാ ചേച്ചി? മൂപ്പൻ്റെ നിപ്പ് കണ്ടപ്പോഴേ ആകെ പാവം തോന്നി. ചേച്ചി ഇതായാലും കൊടുക്കാൻ പോവാ? കൊടുക്കല്ലേ? അത് ആൾക്കൊരു ഇൻസൾട്ടായി തോന്നൂലേ? ഒരു കണ്ണട കളഞ്ഞു കിട്ടിയാൽ നമ്മുടെ ഉടമസ്ഥന് കൊടുക്കൂലേ? അപ്പോൾ ഒരു വെപ്പല് കിട്ടിയാൽ തിരിച്ചു കൊടുക്കൂ? നീ ഒന്നും മിണ്ടാതിരുന്നേ, വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ. ചേച്ചി ഇതിങ്ങ് തന്നെ, നമുക്ക് രവിമാമൻ്റെ കൊടുക്കാം. ആളല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്. അതൊന്നും വേണ്ട, ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം. നിങ്ങളിത് ആരടുത്തും പറയാമെന്ന് നിൽക്കണ്ട.